വിശ്വസ്തനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു നോമ്പുകാലം അതിന്റെ അവസാന ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതും കർത്താവിൽ നിന്ന് പ്രാപിച്ചതെല്ലാം ഓർമ്മിച്ചെടുക്കുകയാണല്ലോ. ഇന്നത്തെ ആലോചനയ്ക്കായിട്ട് നമുക്ക് 2 തെസ്സലോനിക്കർ 1 അധ്യായം 3 വാക്യം വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകി വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഇത് പൗലോസ് എഴുതിയ തെസ്സലോനിക്യ സഭയ്ക്കുള്ള ലേഖനമാണ്. 2 കാര്യങ്ങളെക്കുറിച്ചാണ് അവരെ പ്രശംസിക്കുന്നത്. 1, വർദ്ധിച്ചു വരുന്ന വിശ്വാസം. 2, അന്യോന്യമുള്ള സ്നേഹം പെരുകി വരുന്നതിനെ കുറിച്ചും. ഈ കാര്യങ്ങളാൽ പൗലോസ് തെസ്സലോനിക്കരെ ഓർത്ത് കർത്താവിനെ എപ്പോഴും സ്തോത്രം ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നു? വിശ്വാസമുണ്ട്, കർത്താവിനെ അറിയാം, എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നവരാണ്, ബൈബിൾ പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്, കൂട്ടായ്മ ആചരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഒരു ആചാരമായി മാറുകയാണോ? നമുക്ക് നോക്കാം. ബൈബിളിൽ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നാണ്. നമ്മളായിരിക്കുന്ന പ്രയാസവേളകളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസം നമുക്ക് എത്രത്തോളം ഉണ്ട്? ഈ ലോകത്തെ പല പ്രശ്നങ്ങളുടെ ഇടയിലാണെങ്കിലും, ലൗകികമായ ലോകത്ത്, പാപലോകത്തായിരിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം നൽകി നമ്മെ ശുദ്ധീകരിച്ചു എന്ന് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? ആ വലിയ രക്ഷയിൽ വിശ്വസിക്കുവാനല്ലേ ഈ നോമ്പുകാലം നമ്മളെ പഠിപ്പിക്കുന്നത്? ഇവിടെ തെസ്സലോനിക്കരെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിലായിരിക്കുന്നു എന്നല്ല, വർദ്ധിച്ചു വരുന്ന വിശ്വാസം എന്നാണ്. വർദ്ധിച്ചു വരുന്ന വിശ്വാസം എന്നാൽ എന്തായിരിക്കും? വിശ്വാസം ഒന്നല്ലേ ഉള്ളൂ, നാം ആചരിക്കുന്ന, നാം ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം. അതല്ലേ വിശ്വസിക്കേണ്ടത്. ഈ വിശ്വാസം നാം എത്രത്തോളം ഇൻ പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് വർദ്ധിച്ചു വരുന്ന വിശ്വാസമായി അവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടി അപ്പയോട് നാളെ വരുമ്പോൾ എനിക്കൊരു ഹെലികോപ്റ്റർ ടോയ് വേണമെന്ന് പറഞ്ഞു. അവനൊരിക്കലും സംശയമില്ല, അപ്പ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വരുമ്പോൾ കൊണ്ടുവരും. ഇന്ന് അവൻ ആ ഒരു ആശങ്കയില്ല. അവൻ നാളെ കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങും. നമ്മൾ അതുപോലെയാണോ? നമ്മുടെ ജീവിതങ്ങളിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ എത്ര പേർ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്? അതോ ആശങ്കപ്പെടുകയാണോ ചെയ്യാറ്? നമ്മുടെ സാഹചര്യങ്ങളിന്മേലെല്ലാം സകലത്തിന്റെയും അധിപനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിൽ വിശ്വസിക്കുവാനാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? വിശ്വാസം വർദ്ധിക്കുക എന്നത് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കതിന് സാധിക്കുന്നുണ്ടോ? തെസ്സലോനിക്യ സഭയിൽ അങ്ങനെയായിരുന്നു. അവർ വിശ്വാസത്തിൽ വളരുകയും അന്യോന്യം സ്നേഹം പെരുകുകയും ചെയ്തു എന്നാണ്. ഇതൊരു വ്യക്തിയുടെ വിശ്വാസ വളർച്ചയെ കുറിച്ചല്ല, ഒരു സഭയുടെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും കർത്താവിനോട് കൂടെ ചേരുകയും വിശ്വസിക്കുകയും കർത്താവ് പറയുന്നത് പോലെ ജീവിക്കുകയാണ് എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ കൂട്ടായ്മ എങ്ങനെയെന്ന് ഇവിടെ പ്രസിദ്ധമായി പറയുന്നു. അവർ തമ്മിലുള്ള സ്നേഹവും സഭയുടെ വിശ്വാസ വളർച്ചയും ആണ് എടുത്തു പറയുന്നത്. തമ്മിലുള്ള സ്നേഹം നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ആരോടും വിരോധമില്ല, എല്ലാവരോടും സ്നേഹം തന്നെയാണ്. പള്ളിയിൽ കാണുന്ന എല്ലാവരെയും കുർബാന കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെല്ലാവരെയും ഗ്രീറ്റ് ചെയ്യാറുണ്ട്, സുഖമാണോ എന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷെ ബൈബിളിൽ പറയുന്ന സ്നേഹം എങ്ങനെയാണ്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ. എന്നെപ്പോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടോ? അതൊരു വലിയ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ഞാൻ തന്നെ എന്നിൽ ചിന്തിക്കുമ്പോൾ, ശോധന ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? സ്വന്തം രക്തം, അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി നൽകി.
ആ ആ ആ വലിയ സ്നേഹം ക്രൂശിന്മേൽ നമ്മൾ കാണുമ്പോൾ കർത്താവ് അതിന്റെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ ആഴം എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കാറ്. നല്ല സമയങ്ങളിൽ എല്ലാവരോടും സ്നേഹത്തിലായിരിക്കുന്നത് അങ്ങനെ തന്നെ നല്ലത്. പക്ഷെ പ്രതികൂല സാഹചര്യം അല്ലെങ്കിൽ അവരൊരു കഷ്ടത്തിൽ പോകുമ്പോൾ നമ്മൾ എത്രത്തോളം അവരെ കൂടെ നിൽക്കാറുണ്ട്. പലപ്പോഴും നമുക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇതെല്ലാം ഉണ്ടാവും. അവർക്ക് വയ്യാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ്, കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ എത്രത്തോളം ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ട്, എംപത്തറ്റിക് ആയിട്ട് അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറ്റുന്ന സഹായം അവർക്ക് വേണ്ടി ചെയ്യുവാനും നമ്മൾ എത്രത്തോളം ജാഗരാണ്, അതിന് നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ഒരു കൂട്ടമായിരുന്നു തെസ്സലോനിക്ക സഭ എന്നാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മളും ആകാൻ വളരെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ അധ്യായത്തിൽ തന്നെ 2 തെസ്സലോനിക്കർ 3:11 വാക്യത്തിലേക്ക് എത്തുമ്പോൾ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് എന്നുള്ളൊരു വാക്യമുണ്ട്. വിശ്വാസത്തിൽ വളരുകയും അന്യോന്യം സ്നേഹം നല്ലോണം ഉള്ള ഒരു സഭയെ അവരെ അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുതെന്നാണ് അവരെ പ്രബോധിപ്പിക്കുന്നത്. സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും മടുപ്പ് തോന്നാം. പക്ഷെ കണ്ടിന്യൂസ്ലി ആ എഫേർട്ട് എടുക്കുവാനും തളർന്നു പോകാതിരിക്കുവാനും പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നു, നമ്മളെയും പ്രബോധിപ്പിക്കുന്നു. നമ്മൾ എത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം കർത്താവിന് വേണ്ടി ചെയ്യുന്നു? നമ്മൾ എടുക്കുന്ന എഫേർട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണോ അതോ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ, വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ പോകുന്ന കൂട്ടായ്മയിലും നമ്മൾ അവരോടൊക്കെ എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, അവരെത്രത്തോളം അവരുടെ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം കൺസേൺഡ് ആണ്, എല്ലാം നമ്മളെ തന്നെ ചിന്തിപ്പിക്കുവാൻ ഈ ഒരാഴ്ച സഹായിക്കട്ടെ. നമ്മുടെ ജേർണലിംഗ് ബുക്സൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ആഴ്ചയുടെ അവസാനത്തെ നാളുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൂടുതലായി നമ്മളെ ചിന്തിക്കുവാനും റീസെറ്റ് ചെയ്യേണ്ട ഒരു സമയമായി മാറ്റുവാനും, നോമ്പ് കഴിയുന്നതോടുകൂടി അതെല്ലാം കഴിഞ്ഞു എന്നല്ല, പക്ഷെ നമ്മൾ പഠിച്ചതും പ്രാപിച്ചതും ഒരു പ്രാക്ടീസിലേക്ക് ആക്കുവാനും ഇനിയുള്ള നാളുകളിലേക്ക് ഇതൊരു വലിയ ഊർജമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സകലം ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.